എറണാകുളത്തും ശക്തമായ മഴ തുടരുകയാണ്. നിരവധി ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടു എന്ന വിവരമാണ് വരുന്നത്. റോഡുകളിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. അമൽനാഥ് പാടിച്ചാൽ കൂടി ചേരുന്നു. അമൽ, എല്ലായിടങ്ങളിലും പ്രത്യേകിച്ച് മധ്യമേഖലയിൽ ഉടനീളം കനത്ത മഴയിൽ നിരവധി നാശനഷ്ടങ്ങൾ, പ്രളയസമാനമായ സാഹചര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇത് ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന വിവരവും കൂടി പുറത്തു വരികയാണ്. അവരെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സിന്ധുരി, എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായ മഴ തന്നെയാണ്. ഇന്ന് രാവിലെ, അതായത് പുലർച്ചയോടുകൂടി മഴ അല്പം മാറി നിന്നു എന്ന് തന്നെ പറയണം. എന്നാൽ ഇപ്പോൾ വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. വിവിധ ഇടങ്ങളിൽ പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ നഗരപ്രദേശങ്ങളിലേക്ക് മഴ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നും പറയണം. ഏറ്റവും പ്രധാനമായും കിഴക്കൻ മേഖല, അതായത് ഇടുക്കി ജില്ലയോട് ചേർന്നുള്ള അതിർത്തി ഭാഗത്താണ് കാര്യമായ പ്രശ്നങ്ങൾ നിലവിൽ ഇപ്പോഴുള്ളത്. അവിടെ കോതമംഗലം പൂയംകുട്ടി പുഴ കരകവിഞ്ഞതോടുകൂടി അവിടെ പല ഭാഗങ്ങളും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മണികണ്ഠൻ ചാൽ ചപ്പാത്ത് നിലവിൽ മുങ്ങിയിരിക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിരവധി ആദിവാസി മേഖല ഒറ്റപ്പെട്ടിരിക്കുന്നത്. അതായത് പ്രധാനമായും മണികണ്ഠൻ ചാൽ, ഒപ്പം തന്നെ കല്ലേലിമേട് എന്നീ മലയോര ഗ്രാമങ്ങളാണ് നിലവിൽ ഒറ്റപ്പെട്ടത് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നും അവിടെ താമസിക്കുന്നവരെ ഒക്കെ തന്നെയും സുരക്ഷിതമായി തന്നെ മറ്റിടങ്ങളിലേക്ക് മാറ്റുവാനുള്ള ശ്രമങ്ങൾ നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ ഭാഗത്തേക്കുള്ള റോഡുകൾ, അതായത് പ്രധാനമായും കിഴക്കൻ മേഖല കോതമംഗലം ഭാഗത്തേക്കുള്ള റോഡുകളൊക്കെ തന്നെയും ഇത്തരത്തിൽ പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഈ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റിടങ്ങൾ, പടിഞ്ഞാറൻ മേഖല എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ കടലിലേക്ക് പോകുന്നത് അത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗം എന്ന് പറയുന്നത് തീരദേശ മേഖലയാണ്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് പോകുന്നതും അത്തരത്തിൽ അപകടകരമായ സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണം എന്ന ഒരു നിർദ്ദേശം ഇവിടെയുള്ളവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ അപകട സാധ്യത തന്നെയാണ് കിഴക്കൻ മേഖലകളിൽ ഉള്ളത് എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പല റോഡുകളിലും ഗതാഗത തടസ്സം നിലവിൽ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന സാഹചര്യമാണ്. മലയോര മേഖലകളിലേക്കുള്ള ഗതാഗതം അത് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നിർദ്ദേശവും നിലവിൽ ഇപ്പോൾ ജില്ലാ അതോറിറ്റി നൽകിയിട്ടുമുണ്ട്. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ ഈ ഒരു ടൗൺ പ്രദേശങ്ങളിലേക്ക്, നഗരപ്രദേശങ്ങളിലേക്ക് വലിയ രീതിയിൽ മഴ ബാധിച്ചിട്ടില്ല എങ്കിലും പലയിടങ്ങളിലും, ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുകൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ ഇതേപോലെ തന്നെ തുടരുകയാണെങ്കിൽ, ശക്തമായി തുടരുകയാണെങ്കിൽ നഗര മേഖലകളിലും കാര്യമായ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വെള്ളക്കെട്ടുകൾ അത് രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇപ്പോൾ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പുലർച്ചെ മഴ അല്പം ഇടപെട്ടു പെയ്യുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയുടെ ശക്തി കൂടിയിട്ടുണ്ട്. അത് വലിയ ഒരു ആശങ്ക തന്നെ ജില്ലക്കകത്തുണ്ടാക്കുന്നുണ്ട്. സിന്ധൂരി.